ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് വേളാങ്കണ്ണി പോകുന്നൊരു ചെറിയൊരു വീഡിയോയാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും, അതായത് വേളാങ്കണ്ണി പോകാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും പോകാൻ പറ്റുന്ന വിധത്തിൽ എങ്ങനെ പോകാം, കുറഞ്ഞ ചിലവിൽ പോകാം എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത് ശനിയാഴ്ചയാണ്, എന്നിട്ട് ചൊവ്വാഴ്ച രാവിലെ തന്നെ എത്തും. അപ്പോൾ ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഞായറാഴ്ച നമ്മൾ വേളാങ്കണ്ണി ഉണ്ടാവുകയും ചെയ്യും. അതാണ് സാധാരണ നമ്മുടെ ഇവിടെ നിന്ന് വണ്ടി പോകുന്നത്. വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് തിരിച്ചിട്ട് ഞായറാഴ്ച രാത്രിയോ തിങ്കളാഴ്ച രാവിലെ എത്തുന്ന ഇതിലാണ് പ്ലാൻ വരുന്നത്. ഇതൊരു മാറ്റിപ്പിടിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പോകുന്നത് കാരക്കൽ എറണാകുളം എക്സ്പ്രസ്സിലാണ്. അത് എല്ലാ ദിവസവും ഉള്ള വണ്ടിയാണ്. 10:30ക്കാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർത്തിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വണ്ടി കയറി രാത്രിത്തെ ആ ഫോട്ടോയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ പോയ ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു, അതാണ് മഴ കാണിച്ചത്. പിന്നെ അതിനുശേഷം നമ്മുടെ വണ്ടി തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എൻജിൻ മാറ്റാനായിട്ട് കുറച്ച് നേരം നിർത്തും, ഒരു അരമണിക്കൂറോളം കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയതുള്ള ഫോട്ടോയാണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം നമ്മൾ നാഗപട്ടണത്തിൽ ഇറങ്ങിയിട്ട് കണക്ഷൻ ട്രെയിൻ പിടിച്ചു. കണക്ഷൻ ട്രെയിനിൽ 10 രൂപയേ ആവുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു 20 മിനിറ്റ് കൊണ്ട് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനെത്തി. ആ കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ശനിയാഴ്ചയായിട്ടും തിരക്കുണ്ടായിരുന്നു, ഞായറാഴ്ചയായിട്ടും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് റൂമിലെത്തി, റൂമിൽ കയറി, റൂം പിക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങി. പള്ളിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച കൊണ്ട് തന്നെ കുർബാന വൈകുന്നേരം 5 മണിക്കുണ്ട്. അത് നിങ്ങളുടെ ഇൻഫർമേഷനാണ്, പക്ഷേ അത് ഹിന്ദിയൊക്കെ ആയിരിക്കും. മലയാളം കുർബാന ഉണ്ടാവില്ല. മലയാളം കുർബാന 9 മണിക്ക് മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച തന്നെ, അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും തിരക്കുണ്ടാവും. ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്ക് കൂടുതൽ അങ്ങനെ അനുഭവപ്പെട്ടില്ല. കുറേ പേരൊക്കെ ശനിയാഴ്ചയൊക്കെ വെള്ളിയാഴ്ചയൊക്കെ വന്നവരൊക്കെ തിരിച്ചു പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഞായറാഴ്ച ഈ മുകളിലത്തെ പള്ളിയിലായിരുന്നു കുർബാന ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ പള്ളിയിൽ കയറി ജസ്റ്റ് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ച. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ വേളാങ്കണ്ണിയുടെ പല ടൈപ്പുകളിൽ പോയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കുറഞ്ഞ ചിലവിൽ എങ്ങനെ വേളാങ്കണ്ണി പോയിട്ട് വരാം എന്നുള്ളതാണ് വരുന്നത്. അതിനകത്ത് ട്രെയിൻ ടിക്കറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എറണാകുളത്ത് നിന്ന് നാഗപട്ടണം വരെ സ്ലീപ്പറിന് 340, ടാക്സ് ഉൾപ്പെടെ വരുന്നത്. തിരിച്ചും 340. തിരിച്ചും അവിടെ നിന്ന് വേളാങ്കണ്ണി നാഗപട്ടണം വരെ ട്രെയിനാണ് പോകണമെങ്കിൽ 10 രൂപ ആവുള്ളൂ. അപ്പോൾ 350 ചിലവിൽ 700 രൂപ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് പോയിട്ട് വരാം. ഇത് കൂടാതെ നമുക്ക് വണ്ടി വേറൊരു ഡയറക്റ്റ് വേളാങ്കണ്ണി വണ്ടിയുണ്ട്, പക്ഷെ അത് കൊല്ലം ചെങ്കോട്ട കറങ്ങിപ്പോകുന്നതാണ്, സമയം കൂടുതലെടുക്കും. അതുകൊണ്ടാണ് ഈ വണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇത് രാത്രി കയറിയാൽ പിറ്റേന്ന് ഒരു 11 മണിക്കുള്ളിൽ എത്തും. അപ്പോൾ നമുക്കിതാണ് കുറച്ചും കൂടി ബെറ്റർ. അധികം ലീവ് എടുക്കണ്ട. മറ്റേത് ഉച്ചക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഉച്ചക്കും പോകുന്നതുകൊണ്ട് ലീവ് എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഞായറാഴ്ച അവിടെ എന്തോ ഒരു പ്രദക്ഷിണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോയാണത്. പിന്നെ അതിന് ശേഷം നമ്മൾ ബീച്ചിലേക്ക് പോയി. ബീച്ച് എപ്പോഴും ആക്റ്റീവാണ്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ബീച്ച് എപ്പോഴും ആക്റ്റീവാണ്. നമ്മുടെ മുന്നത്തെ വേളാങ്കണ്ണി വീഡിയോസൊക്കെ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെക്ക് ചെയ്യേണ്ടവർക്ക് അതും ചെക്ക് ചെയ്യാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ മലയാളം കുർബാന കൂടാനായിട്ട് മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് പോയേക്കാണ്. അങ്ങനെ നമ്മൾ കുർബാന കൂടി ശേഷം പള്ളിയുടെ പുറത്തത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. പിന്നെ കുർബാനയ്ക്ക് ശേഷം എപ്പോഴത്തെ പോലെ ഫോട്ടോ എടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ നമ്മൾ ഫാമിലി ഫോട്ടോസ് എല്ലാവരും എടുക്കാൻ വേണ്ടി റെഡിയായി നിന്നു. പിന്നെ സീസൺ അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് റൂമുകൾ വില കുറവിൽ കിട്ടും. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് പ്ലാൻ ചെയ്ത് വരിക. കുറഞ്ഞ ചെറിയ റൂം എന്ന് പറഞ്ഞത് പള്ളി വക റൂം ഓൾറെഡി വില കുറവിൽ കിട്ടും. ഞാൻ പറഞ്ഞ പുറത്ത് ഒരുപാട് റൂമുകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ AC റൂം ഒരു 1000-1500 രൂപക്കും നോൺ AC 1000 അതിൽ താഴെയുള്ള റേഞ്ചിലും കിട്ടാറുണ്ട്. ചില സമയത്ത് അതിലും കുറവ് റേറ്റിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇത് വളരെ ഷോർട്ട് ടിപ്പാണ്.
അത് ഒറ്റ ദിവസം പോയി തിരിച്ചു വരുന്ന സെറ്റപ്പിലുള്ള പ്ലാനുകളാണിത്. നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. കൂടുതൽ ദിവസമാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ദിവസത്തിന് വണ്ടി വിളിച്ച് വരുന്നതും ട്രെയിൻ വരുന്നതിൻ്റെയും വീഡിയോസ് ഓൾറെഡി നമ്മൾ നേരത്തെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കി കാണാവുന്നതാണ്. ഇന്ന് വൈകുന്നേരമാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. വൈകുന്നേരം 5 മണിക്കാണ് നാഗപട്ടണത്തു നിന്ന് എറണാകുളത്തേക്കുള്ള കാരക്കൽ എക്സ്പ്രസ് തിരിച്ചു പോകുന്നത്. ഇന്നെന്ന് പറഞ്ഞത് തിങ്കളാഴ്ചയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ ലഗേജ് കൂടുതലുള്ളതുകൊണ്ട് ട്രെയിൻ കയറാൻ നിന്നില്ല. വണ്ടി വിളിച്ച്, വണ്ടിക്ക് ഏതാണ്ട് 600 രൂപയായുള്ളൂ. എയ്സ് നമ്മൾ 10 പേരുണ്ടായിരുന്നതുകൊണ്ട് എയ്സ് വിളിച്ചാണ് പോകുന്നത്. അധികം ലഗേജൊന്നും ഇല്ലെങ്കിൽ വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് നമ്മൾ രാവിലെ വന്നപ്പോഴത്തേൽ കണക്ഷൻ ട്രെയിനുണ്ട്, 10 രൂപയാവുള്ളൂ. അപ്പോൾ അതും നോക്കാവുന്നതാണ്. അത് 4:40 വേളാങ്കണ്ണിയിൽ നിന്ന് എടുത്തിട്ട് നാഗപട്ടണത്ത് 5 മണിക്ക് എത്തും. അതിന് ശേഷമാണ് നമ്മുടെ ഈ വണ്ടി വരുള്ളൂ. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്തുക. നമ്മൾ റിപ്ലൈ തരുന്നതാണ്. കുർബാന കഴിഞ്ഞ് ഈ കാണുന്ന പള്ളിയിലും കയറി ശേഷം നമ്മൾ ഒന്നും കൂടി ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പോയി. ബീച്ചിൽ ആസ് യൂഷ്വൽ എപ്പോഴത്തെ പോലെ ഉച്ചക്കാണെങ്കിലും നല്ല തിരക്കുണ്ട്. ബീച്ചിലും അത്യാവശ്യം നല്ല തിരക്കൊക്കെയുണ്ട്. ഇതാണ് തിങ്കളാഴ്ചയിലെ കാഴ്ച. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി വിളിച്ച് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് ട്രെയിൻ കയറി തിരിച്ചെറങ്ങാനെത്തി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.